എടി അപ്പുറത്തെങ്ങാനും പോയി കളി. അവ കിടന്ന് ഉറങ്ങണണ്ടില്ലേ? കണ്ടല്ല, നിങ്ങളുടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞപ്പോഴേ ഇങ്ങനെ. അവരെ കാണുന്നതിലൂടെ സന്തോഷം കൊണ്ടല്ലേടി. സന്തോഷം അവരാകുമ്പോ അവളുടെ താളത്തിന് തുള്ളു. അതാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ഒരു കൊഞ്ചിക്കലുണ്ട് പിള്ളേരെ അത് കണ്ട് വഷളാവും. ഒരേ ഒരു മോന്റെ കൊച്ചിനെ അവര് കൊഞ്ചിക്കാതെ പിന്നെ ആര് കൊഞ്ചിക്കും? നമുക്ക് ടെക്നോ പാർക്കിലോട്ട് ട്രാൻസ്ഫർ കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴേ അവർക്ക് നല്ല സന്തോഷമായി. സൃഷ്ടിയുടെ വളർച്ച കാണാൻ പറ്റാത്തില്ല, അവർക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് അവള് നന്നായിട്ട് വളർന്ന്. എനിക്ക് ഇവന്റെ കാര്യത്തില്ല പേടി. എന്തായി പിള്ളേരെത്താറായി? ശിഷ്യയുടെ ബട്ടർ ചിക്കൻ മാത്രം റെഡിയാകണം, ബാക്കി എല്ലാം റെഡിയായി. നിങ്ങൾ തൊട്ടിലൊക്കെ കെട്ടിയാ? തൊട്ടിലും കെട്ടി അവരുടെ റൂമെല്ലാം അറേഞ്ച് ചെയ്ത് വന്നു തോന്നുന്നു. ഞാൻ നോക്കട്ടെ. ആ മക്കളെ, യാത്രയൊക്കെ സുഖമായിരുന്നല്ലേ? ചിച്ചുമോളെ സുഖാണോ? ഇത്ര നാളായി കണ്ടിട്ട്. മക്കളെ അമ്മ കൈയൊക്കെ കഴുകിട്ടാണല്ലോ കൊച്ചിനെ എടുത്തല്ലേ? ഈ കൈ കൊണ്ട് അമ്മമ്മ അച്ഛനെ വളർത്തിന്ന് പറഞ്ഞു കൊടുക്കടാ. ചിച്ചുക്കുട്ടി കണ്ണടച്ചാ അപ്പോ ഒരു സാധനം തരാം. നീ തുറന്നേ. അയ്യോ അച്ഛ, അവളൊന്നും കഴിക്കത്തില്ല. ഒരു ചോക്ലേറ്റ് അല്ല മോളെ. അത് ഈ ന്യൂട്രീഷൻ ടേബിൾ നോക്കി കാലറി കൂടുതലാണെങ്കിൽ കഴിക്കാൻ പാടില്ല അല്ലേ? അമ്മമ്മയുടെ കുട്ടി സെറ്റാണ്. സുഖം സുഖം. അടുത്ത ഞായറാഴ്ച എറണാകുളത്ത് കല്യാണത്തിനുണ്ടാവില്ല അല്ലേ? ആ, അപ്പൊ നമുക്ക് കാണാം, അടിച്ചു പൊളിക്കാം. പിന്നെ എന്റെ കൊച്ചുമോനെ നീ കണ്ടിട്ടില്ലല്ലോ, ഇതാ കാണ്. കുമാരപ്പനെ നോക്കിയേ, കുമാരപ്പനെ നോക്കിയേ. നോക്കടാ, നോക്കടാ. അവന് ആഹാരം കൊടുക്കണം. നിങ്ങളുടെ അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തുപറ്റി? അവന്റെ മുഖത്ത് കൊണ്ടുവച്ചിട്ടാണോ വല്ലൊരു വീഡിയോ കോൾ ചെയ്യണത്? അതിന്റെ സ്ക്രീൻ ലൈറ്റ് കുഞ്ഞിന്റെ മുഖത്തടിച്ച ദോഷമാണെന്ന് അവർക്ക് അറിഞ്ഞൂടെ? എടി, അതിന്റെ ദോഷത്തിനെ പറ്റിയൊന്നും അവർക്ക് അറിഞ്ഞൂടാത്തോണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം, നീ സമാധാനപ്പെടും. എന്തുവാ അച്ഛാ, ഈ കുട്ടികളെ മൊബൈലൊക്കെ കാണിക്കുന്നതേ അവരുടെ കാഴ്ചയും ബ്രെയിനിനെയൊക്കെ ഒരുപാട് ബാധിക്കും. അച്ഛൻ ഇനി വീഡിയോ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിലേ ബാക്ക് ക്യാമറ ഓണാക്കി വെച്ചിട്ട് കുറച്ച് ദൂരത്ത് മാറി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ. നീ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി. അവക്കത് ഇന്നലെ തന്നെ പറഞ്ഞാൽ പോരെ എന്നാ. കൊച്ചിനെ എടുത്തിട്ട് ഒരു പോക്ക് ഞങ്ങളങ്ങ് വല്ലാതായിപ്പോയി. നീ അത് വിട്. ഇപ്പോൾ ഗാർഡനിങ് ഒക്കെ പഠിച്ചാ? നീ ഹൈദരാബാദിൽ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ അടിപൊളിയായിട്ട് ഗാർഡനിങ് ഒക്കെ സെറ്റ് ചെയ്യണം. അയ്യേ, എന്തോന്നിത്? സൃഷ്ടി എന്തോ നീ കാണിക്കണത്? കൈ മൊത്തം മണ്ണ്. എന്നെ വീട് അമ്മ. ഇതൊക്കെ അവള് പഠിക്കട്ടെ മോളെ. നീ എന്തിനാ ചെറിയ കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇപ്പൊ ഞാനായോ കുറ്റക്കാരി? നിങ്ങളുടെ അച്ഛന് ശകലെങ്കിലും ബോധമുണ്ടോ? അവളെ കൈ അത്രയും മണ്ണ്. ഇനി ആഹാരം കഴിക്കുമ്പോൾ ജേംസ് കയറി വല്ല അസുഖം വരെ ഉള്ളൂ. നിങ്ങൾ മര്യാദക്ക് പോയി അവളെ വിളിച്ചിട്ട് വാ. അതൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോലെ ഞാൻ പോവും. ഞാൻ പോവാം. ചിച്ചു, അച്ഛൻ്റെ ഒരു സാധനമുണ്ട്, ബാ. അതെന്താ? അത് സസ്പെൻസ്, വന്നാ കാണിച്ചു തരാം. സൃഷ്ടി, മതി, എണീക്ക്. അരമണിക്കൂർ കൂടുതൽ ടി വി കാണുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ? അമ്മ ഇതിപ്പോ തീരുമോ? ഒരു 5 മിനിറ്റ്. പറ്റില്ല. 5 മിനിറ്റ് കഴിക്കുമ്പോൾ ഞാൻ ടി വി ഓഫ് ചെയ്ത് വെക്കാൻ മോളെ. മോള് പൊയ്ക്കോ. സൃഷ്ടി, നിനക്ക് കുറച്ച് കൂടുന്നുണ്ടേ. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്.
അവൾ എത്ര നേരമായെന്നറിയോ TV കാണാൻ തുടങ്ങിയിട്ട്? നിനക്ക് TV ഓഫ് ചെയ്താൽ പോരെ? എവിടെന്ന്? നിങ്ങൾ അച്ഛൻ ഇരിക്കുകയല്ലോ അവളെ സപ്പോർട്ട് ചെയ്യാൻ. അവളെ ഇങ്ങനെ വിട്ടാൽ പറ്റൂലേ? വെക്കേഷൻ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യിച്ചേ പറ്റൂ. എവിടെയെങ്കിലും വെക്കേഷൻ ക്ലാസ് ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും മാത്രമല്ല, കുട്ടികളുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ്, അവരെങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്നു, അവരുടെ കമ്മ്യൂണിക്കേഷനും കോൺഫിഡൻസും എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കരിക്കുലാണ് ഞങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ കുട്ടികൾ വരച്ചാണല്ലേ? അവൾ അത്രയ്ക്കൊന്നും വരയ്ക്കില്ല കേട്ടോ. മാഡം, അതൊന്നും പ്രശ്നമില്ല. ഇവിടുത്തെ ഓരോ കുട്ടികളുടെയും സ്കില്ലും ലെവലും മനസ്സിലാക്കി അത് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ ക്ലാസ്സസ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഒരു കോഴ്സ് കഴിയുമ്പോൾ തന്നെ വിസിബിൾ ഇമ്പ്രൂവ്മെൻറ്റ്സും കാണാൻ പറ്റും. അമ്മ ഇത് കണ്ടാ? ആഹാ, കൊള്ളാലോ. ഇവിടെ ക്ലേ മോഡലിംഗ് ഉണ്ടോ? ഉണ്ട്. പിന്നെ ഞങ്ങൾ IT-ലാണേ. അപ്പോൾ ഇടയ്ക്ക് ട്രാൻസ്ഫർ എങ്ങാനും വന്നാൽ ക്ലാസ് ബ്രേക്ക് ആവും. അതൊരു പ്രശ്നം. നമ്മുടെ ആർട്ട് സ്റ്റേഷനിൽ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. അല്ലെ ആർട്ടൊക്കെ ഓൺലൈനായിട്ട് പഠിച്ചാൽ ശരിയാവും? സാർ, ഇവിടെ കംപ്ലീറ്റ്ലി ഇൻ്ററാക്റ്റീവ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ആണ്. നമ്മുടെ ഇവിടെ തന്നെ 16 രാജ്യങ്ങളിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓരോ സ്റ്റേറ്റിലെയും ആർട്ട് ഫോംസ് അതത് സ്റ്റേറ്റിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് പഠിപ്പിക്കുന്നത്. ആമാ ബീച്ചിൽ കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ വെള്ളത്തിലൊന്നും ഇറക്കല്ലേ. ശരി. ബീച്ചിൽ കൊണ്ടുപോകാനാ? അവനൊന്നും ശീലമില്ലാത്തതാണ്. ഒന്നാമത് നിങ്ങൾ അച്ഛന് വണ്ടി ഓടിക്കാൻ പോലും അറിഞ്ഞൂടാ. വേഗം വിളിച്ച് വേണ്ടെന്ന് പറ. പുറത്തിറങ്ങിട്ട് സംസാരിക്കാം. അവ ഇറങ്ങിയോ? ആ, വല്ലവനെ ഇപ്പോൾ ഉറക്കി കിടത്തിയുള്ളൂ. നോക്ക്, അച്ഛൻ്റെ ഫേസ്ബുക്കിൽ കുഞ്ഞിന്റെ ഫോട്ടോ ഇട്ടേക്കണ്. ഇത് കുഴപ്പമില്ലാത്ത ഫോട്ടോ അല്ലേ എന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചല്ലേ. മാത്രമല്ല, ഇതൊക്കെ നാട്ടുകാരാണ്ട് കുഞ്ഞിനെ കണ്ണു വയ്ക്കും. ഇന്നലെ കൂടെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞുള്ളൂ. എടി, നിന്റെ പ്രശ്നം ഈ കുഞ്ഞിനെ കണ്ണു വയ്ക്കുന്നതാണോ അതോ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്താണോ? എനിക്ക് വിവരിക്കാനൊന്നും വയ്യ. ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം. ഞാൻ എങ്ങനെ ഡിലീറ്റ് ചെയ്യും? എങ്കിൽ ഞാൻ പോയി പറയാം. ഞാൻ പോയി പറഞ്ഞോളാം. എപ്പോ? മുഹൂർത്തമൊന്നും പറയാൻ പറ്റില്ല, ചെയ്തോളാം. എന്താടാ? അല്ല, അച്ഛൻ്റെ BP-യുടെ മരുന്ന് കഴിച്ചായിരുന്നാ? ഞാൻ കഴിച്ചു. എന്ത് നിനക്കും കൂടി വേണോ? എന്തിനാ ഫോട്ടോ എടുത്ത് പ്രശ്നമായ? നിങ്ങളടുത്ത് അപ്പോഴേ പറഞ്ഞല്ലേ കൊച്ചിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടരുതെന്ന്. നീ പോ, അച്ഛൻ ഡിലീറ്റ് ചെയ്തോളൂ. കണ്ണ് തള്ളണ്ട. ഞങ്ങൾ ഈ വീട്ടിലല്ലേ താമസിക്കുന്നേ, ഞങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഇനി മേലാൽ നിന്റെ കൊച്ചിൻ്റെ ഫോട്ടോ ഞാനോ നിന്റെ അച്ഛനോ എടുക്കൂല. പോരെ? അരുൺ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആവും അമ്മ. ഞാൻ ഇപ്പോൾ വീടെത്തിയുള്ളൂ. എന്തോ ചിമ്മോള് കിടക്കണ? ചെറിയ ചൂട്, പനിക്കോളാണെന്ന് തോന്നുന്നു. അമ്മ, സൃഷ്ടിക്ക് പനി പിടിച്ചെന്നു. ചെറിയ ചൂടുണ്ട്. എത്ര നേരമായി തുടങ്ങിയിട്ട്? ഉച്ചയ്ക്ക് വയ്യാന്ന് പറഞ്ഞ് കിടന്ന് 1/2 മണിക്കൂറായി ചൂട് തുടങ്ങി. അരമണിക്കൂറായിട്ട് ചൂടുണ്ടെന്ന്. ആ, ശരി ശരി, ഞാൻ ചെയ്യാം. മോളെ എണീര്. എന്ത് മോളെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം? ഞാനും കൂടെ വരാം. വേണ്ട അമ്മ, പനി വരുമ്പോൾ തന്നെ കുളിപ്പിച്ചാൽ മതിയെന്ന് അമ്മ പറഞ്ഞു. നീ എന്തോ മണ്ടത്തരം പറയണ ആര്യെ? ചെറിയ പനിയുള്ള കൊച്ചിനെ കുളിപ്പിച്ച പനി കൂടെയല്ലേ ഉള്ളൂ. എനിക്ക് പനി വരുമ്പോൾ അമ്മ ഇങ്ങനെ ചെയ്യാറ്. കുളിക്കുമ്പോൾ പനി മാറും കേട്ടോ. നീ എന്തിനാണുള്ള കുളിപ്പിച്ചത്? പനി മാറാൻ വേണ്ടി ഞാൻ കുളിപ്പിച്ചാണോ തെറ്റ്? ഇത് വരാൻ കാരണം ആരാ? ആരാ? നിങ്ങളുടെ അച്ഛനും അമ്മയും. വെയിലത്ത് കളിക്കാൻ വിട്ട് ഓരോരുത്തർ കൊണ്ടു നടന്നോണ്ട് ഇതിപ്പോൾ വന്നത്. അവരുടെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മളെ മക്കളെ നമ്മൾ നോക്കുന്നത് തന്നെ എപ്പോഴും നല്ലത്. അതുകൊണ്ട് വീണ്ടും ഹൈദരാബാദിലോട്ട് തിരിച്ചു പോകണോ? എന്നല്ല, ടെക്നോ പാർക്കിന്റെ അടുത്തുള്ള റെന്റിന് വീടെടുക്കാം. അല്ല, അത് ശരിയാവൂല. എടി, സ്വന്തം നാട്ടിൽ ജോലി ചെയ്തിട്ട് റെന്റിന് വീടെടുത്ത് പോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അതൊക്കെ അരുണിന്റെ കാര്യം. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരുൺ വരണമെങ്കിൽ വാ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കേ.
എന്തായാലും എൻ്റെ അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്യ മാറണമെന്ന് പറഞ്ഞാൽ മാറണം, അത്രേ ഉള്ളൂ. അച്ഛാ, ഞങ്ങൾ ടെക്നോ പാർക്കിൻ്റെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്തു. അടുത്ത ആഴ്ച അങ്ങോട്ട് മാറാനാണ് പ്ലാൻ. അന്ന് നാട്ടിൽ കിടന്ന് മതിയായി സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്ത് പറ്റിയടാ? അത് ഈ ഡെയിലി 10-20 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടേ എനിക്ക് നടുവിനിപ്പോൾ നല്ല പ്രശ്നമുണ്ട്. ഇതാകുമ്പോൾ ഓഫീസിൻ്റെ അടുത്ത് താമസിക്കുകയും ചെയ്യാം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോയിട്ട് വരാൻ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ പിള്ളേരുടെ കാര്യമോ? അത് അവളുടെ അമ്മ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നന്നായി. ഇത്രയും ദൂരം ദിവസം വണ്ടി ഓടിക്കുന്നത് റിസ്ക്കാണ്. അവൾക്ക് സ്കൂൾ തുറക്കാൻ 1.5 മാസം കിടക്കയില്ലേ. നിങ്ങൾ അടുത്ത ആഴ്ച പോയിക്കോ, അവള് സ്കൂൾ തുറക്കും വന്നോളൂ. പറ്റൂല, എന്റെ കൊച്ചിനെ ഞാൻ ഇവിടെ വിട്ട് വരുന്നില്ല. എടി, നീ പോകണമെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു. അവർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. വെറുതെ ഇനി പ്രശ്നം വഷളാക്കരുത്. അരുണേ, ഈ വിഷയത്തിൽ ഇനി സംസാരമൊന്നും വേണ്ട, നടക്കൂല. അമ്മ, ഇവൾ ആരെയോട്ട് ഒരു രാത്രിയിൽ മാറി നിൽക്കില്ല, അല്ലെങ്കിൽ നിർത്തിയിട്ട് പോകായിരുന്നു. ഞാൻ നിൽക്കി വെച്ച എനിക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയാ? മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നോണം. ഇല്ല, ഞാൻ സ്കൂൾ തുറന്നിട്ടേ വരുള്ളൂ. അവൾ ഇവിടെ നിൽക്കട്ടെ, ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങൾ 1 മാസം നോക്കിയതിന്റെയാണ് അവളിപ്പോ തർക്കുത്തരം പറയണത്. ആരെ അനാവശ്യം പറയരുത്. ഞങ്ങൾ നോക്കിയതിൽ എന്താണ് കുഴപ്പം? നോക്കിക്കോണോന്നും പറയാതിരിക്കുന്നതന്നെ ഭേദം. ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് പറഞ്ഞാലും നിനക്ക് കുറ്റമാണല്ലോ. കുറ്റം ഉള്ളോണ്ട് എന്നല്ലേ പറയണത്? അവനെ കൊണ്ടു നടന്ന ആൾക്കാർ കണ്ണുവെച്ച് കൊച്ചിപ്പോ പകുതിയായി. അവള് ഞങ്ങൾ പറയണ അനുസരിക്കാതെയായി. ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തോണ്ടാണ് ഞങ്ങൾ മാറാൻ തീരുമാനിച്ചത്. അപ്പൊ അടുത്ത കൊനഷ്ടം. നാണം ഉണ്ടാടാ നിനക്ക്? ഭാര്യയുടെ വാക്ക് കേട്ട് കള്ളം പറഞ്ഞ് വീട് മാറാൻ. ദേ, അരുണ് വെറുതെ പറയരുതേ. അവനെ എന്റെ മോനായതിനു ശേഷമാണ് നിന്റെ ഭർത്താവായത്. ഞാൻ വരാം അമ്മ, വഴക്കൂടണ്ട. നീ മാറ്. നിനക്ക് എന്നെക്കാൾ വെറുതെ അവരല്ലേ. മോളകത്ത് വയ്ക്കോ, അച്ഛൻ വന്നോളാം. ശരി. ഞങ്ങളോടുള്ള ദേശം ആ കൊച്ചിന്റെ അടുത്ത് കാണിക്കല്ലേ. എന്റെ കൊച്ചിന്റെ അടുത്ത് ഞാൻ ഇഷ്ടമുള്ളവരെ കാണിക്കും. അത് നിങ്ങൾ അറിയണ്ട. നിർത്തുക രണ്ടുപേരും. കുറെ നാളെ ഞാൻ സഹിക്കുന്നു. എല്ലാത്തിനും ലിമിറ്റ് ഉണ്ടായിരിക്കേ. ഇപ്പോൾ ഇവിടെ ഒരു വഴക്കുണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് ഈ കൊച്ചു നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞില്ലേ? അതാണ് കഴിഞ്ഞ കുറേ നാളായി ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിന്റെ താളത്തിനൊത്തിനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛനും അമ്മയാണ് ഇവർ. സ്വന്തം മോൻ്റെ പിള്ളേരെ അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ച് വളർത്തുക ഇവർ. നാളെ നമ്മൾ ഇവരുടെ സ്റ്റേജിൽ എത്തുമ്പം നമ്മളങ്ങനെ കാണിക്കുമോ? ഇല്ലല്ലോ. അരുണേ, നമ്മളെ മക്കളെ നല്ല നോക്കിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യണത്. എടി, പിള്ളേർ വെയിലും മഴയും കൊണ്ട് മുറ്റത്തും മണ്ണിലും ഒക്കെ കളിച്ച് തന്നെ വളരണം. അല്ലാതെ ഇങ്ങനെ പൊത്തി വളർത്തി കഴിഞ്ഞാൽ നാളെ അവർക്കായിരിക്കും എൻ്റെ ബുദ്ധിമുട്ട്. ഞാനും നീയൊക്കെ അങ്ങനെയല്ലേ വളർന്നത്. ഇത് അവർ അത് ചെയ്താൽ പേടി, ഇത് ചെയ്താൽ പേടി. സൃഷ്ടി നമ്മുടെ ഫ്ലാറ്റിൽ നിന്നതിനേക്കാളും ഇവിടെ വന്നപ്പോൾ ഹാപ്പിയാണ്. അത് നീ ശ്രദ്ധിച്ചോ? നമ്മുടെ മോനും കാര്യങ്ങൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഇവിടെ വന്നതിൻ്റെ ഗുണമാണ്. മക്കളെ, പിള്ളേരുടെ സന്തോഷം കാണാൻ വേണ്ടിയാണ് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അച്ഛാ, നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. എപ്പോഴെപ്പോഴും ഈ ഫോൺ കാണിച്ചു കൊടുത്തും കണ്ണി കണ്ട ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ അവരെ തൽക്കാലത്തേക്കൊന്ന് ഹാപ്പി ആക്കുമായിരിക്കും. പക്ഷേ ലൈഫ് ലോങ് അവരുടെ ഹെൽത്തിനെ അത് ബാധിക്കും. അത് ഞങ്ങൾക്കുള്ള അറിവ് വെച്ച് ഞങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നീ ഇതൊക്കെ കഴിച്ച് തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ നിസ്സാരമാക്കും. അതും അവരുടെ മുമ്പിൽ വെച്ച്. സൃഷ്ടി എന്ത് നിർബന്ധം കാണിച്ചാലും നിങ്ങൾ ഉടനെ അതെങ്കിൽ സാധിച്ചു കൊടുക്കും. നാളെ വളരുമ്പോഴും അവൾ അത് തന്നെ ഫോളോ ചെയ്യും. ഞാനും അതല്ലേ അരുണ് പറഞ്ഞത്. നീ ഇങ്ങനെ അല്ലേ അത് പറഞ്ഞത്? ഇതുപോലെ പറഞ്ഞതെങ്കിൽ അവർക്കത് മനസ്സിലായി അവർ അതിനനുസരിച്ച് പെരുമാറിയനെ. നീ ചുമ്മാ ചാടിക്കളിക്കാനും പിള്ളേരെ അവരുടെ അടുത്ത് നിന്ന് അകറ്റാനുമാണ് നോക്കിയത്. നിന്റെ അമ്മയാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീ ഇങ്ങനെ പെരുമാറുമായിരുന്നോ? ഇല്ലല്ലോ. നീ പിള്ളേരെയും കൊണ്ടങ്ങ് പോവും. വേണമെങ്കിൽ കൂടെ വന്നാൽ മതിയെന്നല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ വരുന്നില്ല, പിള്ളേരെയും വിടുന്നില്ല. ഇവരുടെ പുറത്ത് നിനക്കുള്ള അതേ റൈറ്റ്സ് തന്നെ എനിക്കുണ്ട്. മക്കളെ, നിങ്ങൾ ഇതിന്റെ പേരിൽ പിഴം കണ്ട അവള് പറയണത് പോലെ നീ വീട് മാറിക്കോ. അമ്മ, ഞങ്ങളുടെ അറിവ് വെച്ച് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഇവരുടെ എക്സ്പീരിയൻസ് നിന്നുകൊണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ നീ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഈ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കാം. ഇന്നത്തെ കാലത്ത് അപ്പൂപ്പൻ്റെ അമ്മയുടെ സ്നേഹം ഇറങ്ങി തന്നെ പിള്ളേർ വളരണം. നമ്മൾ എന്ത് ചെയ്യുന്നോ അതേ നമ്മുടെ മക്കളും ഫോളോ ചെയ്യൂ. നാളെ ഇവർ നമ്മളോട് ഇങ്ങനെ കാണിച്ചാൽ സഹിക്കാൻ പറ്റുമോ നിനക്ക്? ഇന്ന് പല വീടുകളിലും കുഞ്ഞുങ്ങളെ നോക്കുന്നതിനെ ചൊല്ലി പാരൻസും ഗ്രാൻഡ് പാരൻസും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നത് വളരെ കോമൺ ആയി കഴിഞ്ഞു. ഇതിനുള്ള പ്രധാന കാരണം ഇവരുടെ പാരൻറ്റിങ് അപ്രോച്ചിലെ വ്യത്യാസമാണ്.
ഇന്നത്തെ ന്യൂ ഏജ് പാരൻസ് ഗൂഗിളിലും സെർച്ച് ചെയ്ത് പാരന്റിങ് വീഡിയോസും കണ്ട് പുതിയ പുതിയ ചിട്ടകൾ കുട്ടികളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും ചിന്തിക്കുന്നത് കുട്ടികളുടെ സന്തോഷത്തിനെ കുറിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ കൂടെ നിന്ന കുട്ടികൾ വഷളാവും എന്നുള്ളൊരു ചിന്താഗതി പല പാരൻസിനും ഉണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പാരൻസിനായാലും ഗ്രാൻഡ് പാരൻസിനായാലും കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളരണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്രോച്ച് രണ്ടാണെങ്കിലും രണ്ടുപേരുടെ ഇൻറ്റൻഷൻ ഒന്നാണ്. അതുകൊണ്ട് തന്നെ പാരൻസ് പറയുന്ന നല്ല കാര്യങ്ങൾ ഗ്രാൻഡ് പാരൻസും അതുപോലെ ഗ്രാൻഡ് പാരൻസിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അവർ ഷെയർ ചെയ്യുന്ന അറിവുകൾ പാരൻസും ഒരു ഓപ്പൺ മൈൻഡോട് കേട്ട് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ സ്നേഹം അറിഞ്ഞ് വളരാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കാതിരിക്കും. അതുപോലെ നിങ്ങൾ തമ്മിൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് മക്കളുടെ മുമ്പിൽ കാണിക്കാതിരിക്കും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. കുട്ടികളുടെ കാര്യത്തിൽ പാരൻസും ഗ്രാൻഡ് പാരൻസും തമ്മിൽ കോമൺ ആയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് താഴെ കമൻറ്റ് ചെയ്യും. ഇനിയെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയും കോൺഫിഡൻസും ഇംപ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൂടെ ആർട്ട് സ്റ്റേഷൻ ഓൺലൈൻ്റെ ഡെമോ ക്ലാസ് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണുക. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയെണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന